ഭൃഗരാജ്, പൊഴിയാനുള്ളത് പൊഴിയും, മുളയ്ക്കാനുള്ളത് മുളയ്ക്കും. അലോവേര, തുളസി. ഹായ് ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഹെയർ കെയർ എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്ന കുറച്ച് ഹെയർ കെയർ കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ ഇത് ഞാൻ അതായത് എല്ലാ ദിവസവും എപ്പോഴൊക്കെയാണോ ഷവർ തല കുളിക്കാറുള്ളത് അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെയും കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, ഷാംപൂ, കണ്ടീഷണർ, ഹെയർ മാസ്ക്, പിന്നെ സം സ്പെഷ്യൽ പ്രോഡക്ട്സ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വ്ളോഗ്. സോ ഗൈസ്, ഞാൻ ഹെയറിൽ എന്റേത് ട്രീറ്റഡ് ഹെയർ ആണ്. ഞാൻ ഹെയറിൽ സിസ്റ്റീൻ ബ്ലോ ഡ്രൈ ആണ് ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് ഇപ്പൊ ഒരു 6 months ഒക്കെ ആയി ചെയ്തിട്ട്. സോ അതിനുശേഷം അവർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയറിന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. യൂഷ്വലി ഞാൻ ഒന്നും ചെയ്യാറില്ല. അതായത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവര് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രോട്ടീൻ വാഷ് കൊടുക്കുക എന്നൊക്കെ. പക്ഷെ ഞാൻ അതൊന്നും, ടു ബി ഹോണസ്റ്റ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ എന്റേതായ രീതിയിലുള്ള ഹെയർ കെയർ റൂട്ടീൻ ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഐ തോട്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തേക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു, ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂസ് കുറെ ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് അതൊട്ടും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഈ കെമിക്കൽസ് ആയിട്ടുള്ള ഷാമ്പൂസ് തന്നെയാണ് ഇഷ്ടം. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുക, അതിൽ മാജിക്കൽ റിസൾട്ട് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ടു ബി ഹോണസ്റ്റ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കെമിക്കൽസ് ഒക്കെ ഉള്ള ഷാമ്പൂസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഫീലാണ്, ഞാൻ ഷാമ്പൂ യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ കണ്ടീഷണർ ഇട്ടു, അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്ക് ഇട്ടു എന്ന് എനിക്കൊരു ഫീല് വരണം. അത്രയും ടൈം എടുത്തിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് കണ്ടിട്ടില്ലെങ്കിൽ എനിക്കത് അതൊരു വിഷമാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഭയങ്കര കെമിക്കൽ ഷാമ്പൂസ് ഒന്നല്ല, മൈൽഡ് ആയിട്ടുള്ളത് അതൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഹെയറിൽ അധികം ഓയിൽ യൂസ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല ഹെയർ ഓയിൽ ചെയ്യുന്നത്. പക്ഷേ വീക്കിലി ഒരു വട്ടമൊക്കെ ഞാൻ ഓയിൽ ചെയ്യും. കാരണം അതൊരു രസമാണ്. നമുക്ക് തലയ്ക്ക് ഒരു തണുപ്പൊക്കെ കിട്ടുന്ന ഒരു വീടാണ്. പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോ അമ്മ ഇങ്ങനെ കാച്ചിയ എണ്ണയൊക്കെ തന്നുവിടും, അതിന്റെ ഒരു മണമൊക്കെ ഉണ്ട്, അതൊക്കെ ഇഷ്ടമാണ്. ബട്ട് ജനറലി സ്പീക്കിംഗ് എനിക്ക് ഞാൻ ഡെയിലി ഓയിലിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളല്ല. സോ ഇന്ന് നമുക്ക് ഹെയർ കുറച്ചു നേരം ഒന്ന് ഓയിൽ ചെയ്തിട്ട് വെക്കാം. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 minutes നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഓയില് എപ്പോഴും തണുപ്പായതുകൊണ്ട് കുറച്ച് ഇത് കട്ട പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ആദ്യം നമുക്ക് ഓയിൽ, ഇതൊരു കുറെ നമ്മുടെ കുറെ നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഈ കുറെ ഭൃഗരാജ്, അലോവേര, തുളസി, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന ഓയിലാണ്. അർജുന് ഭയങ്കര ഇഷ്ടമാണ് തലയിൽ ഓയിലൊക്കെ ഇട്ടിട്ട് നല്ല തണുപ്പൊക്കെ കിട്ടി കുറെ നേരം ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കൊണ്ടുവന്നതാണ്. സോ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. ആ ഒരു ഒരു എഡിബിൾ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇത്. മണം നമുക്ക് മണക്കുമ്പോഴേ കഴിക്കാൻ തോന്നും. എനിവേ, ഞാനിത് അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. ഫസ്റ്റ് ആദ്യം നമുക്ക് ഇങ്ങനെ പാർട്ടീഷൻ എടുത്തിട്ട് സ്കാൽപ്പിൽ കുറച്ചു നേരം അപ്ലൈ ചെയ്തിടാം. എന്നിട്ട് ഒരു 15 minutes ഞാൻ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കൊറേ നാള് എണ്ണ ഇടാത്ത തലയിൽ എണ്ണ ഇട്ട് കഴിയുമ്പം ഇന്ന് രാത്രി ഒരു ഉറക്കം കിട്ടാനുണ്ട്. ഈ കാച്ചി ഓയിലിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും തലയിൽ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ ഞാനിത് ഷാമ്പൂ ഇട്ട് കളയും കേട്ടോ, അത് വേറെ കാര്യം. പൊഴിയാനുള്ളത് പൊഴിയും, മുളയ്ക്കാനുള്ളത് മുളയ്ക്കും. ഇതിനിടയിലുള്ളതാണ് നമ്മുടെ ഹെയറിന്റെ ലൈഫ്. എനിക്ക് ഹെയർ ഫോള് ഉണ്ട്, പക്ഷെ ദിസ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. എനിക്ക് വേറെ ഇഷ്യൂസ്, അതായത് ഡാൻഡ്രഫ് വരുമ്പോൾ ഹെയർ ഫോൾ വരും, അല്ലെങ്കിൽ സീസണൽ ചേഞ്ചസ് കാരണം ഹെയർ ഫോൾ വരും. ഐ തിങ്ക് ഐ ഹാവ് അപ്ലൈഡ് ഇനഫ് ഓയിൽ.
See you after 15 minutes. Bye. So guys, it's been 15 minutes now. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ഡാൻഡ്രഫ് ഇഷ്യൂ. ആക്ച്വലി ഡാൻഡ്രഫ് എന്ന് പറയുന്നത് കുറേ കൈൻഡ് ഉണ്ട്, ലൈക്ക് ഓയിലി, ഡ്രൈ, സെബോറിക് ഡെർമറ്റൈറ്റിസ്, അങ്ങനെ കുറേ എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കുറെ ടൈപ്പ് ഓഫ് എന്താണ് ഡാൻഡ്രഫ്. പിന്നെ അതിന് ഓരോന്നിനും പെർട്ടിക്കുലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും ഉണ്ട്. നമ്മൾ പക്ഷെ കോമൺ ആയിട്ട് എല്ലാത്തിലും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കീറ്റോകോണസോൾ. സോ ഇറ്റ്സ് ആന്റി ഫംഗൽ ഏജന്റ് കീറ്റോകോണസോൾ. അത് കോമൺ ആയിട്ട് എല്ലാത്തിലും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കുറെ ഹോം റെമഡീസ് ഒക്കെ ഉണ്ട്. അത് ഞാനൊരു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അത് കുറെ പറയാനുണ്ട് കേട്ടോ. അതിനെടുക്കേണ്ട സപ്ലിമെന്റ്സ്, ഒരു ഓരോന്നിനും നമുക്ക് ഹോം റെമഡി എങ്ങനെ, ഹോം റെമഡീസ് എന്തൊക്കെ ചെയ്യാം, അങ്ങനെ കുറെ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ നമ്മള് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് ഈ ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഈ വിന്റർ സീസൺ ഒക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് എന്താണ് കണ്ടീഷൻ വേഴ്സൺ ആവും. എനിക്ക് എല്ലാ ടൈമിലും ഉണ്ടാവും ചെറുതായിട്ട്, പക്ഷെ ഞാൻ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. ഇത് വൺസ് നമുക്ക് വന്നു കഴിഞ്ഞാല് ഇത് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ട് ഹെയറിനെ കെയർ ചെയ്യണം. അതിലൂടെ മാത്രമേ നമുക്ക് എന്താണ് നമ്മുടെ ഹെയർ ഫോൾ ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. സോ ഞാൻ അധികം യൂസ് ചെയ്യാറ്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, ഞാൻ ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തു. അതിൽ നിന്നും എനിക്ക് വലിയ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ ഇപ്പോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഷാംപൂ ആണ്. ദിസ് ഇസ് ഐ ഹോപ്പ് ഇറ്റ് ഇസ് വിസിബിൾ. ഇത് കീറ്റോകോണസോൾ കണ്ടന്റ് ആയിട്ട് വരുന്ന ഷാംപൂ ആണ്. നിസറോൾ ആണ്. ഇത് ഭയങ്കര കോമൺ ആയിട്ട് നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നാട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മുഖച്ഛായ ഇങ്ങനെയായിരുന്നില്ല, വേറൊരു കണ്ടെയ്നർ ഒക്കെ ആയിരുന്നു. പക്ഷെ കണ്ടന്റ് ഒക്കെ സെയിം ആയിരുന്നു. ഇത് 2% കീറ്റോകോണസോൾ ആണ്. ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ സംഭവം. ആക്ച്വലി ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഹെയർ ഫോൾ ഒക്കെ ഉണ്ടാവും, കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്തിട്ട് നന്നായിട്ട് നിർത്തും കേട്ടോ. വീക്ക്ലി ഒരു 2 times ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ സ്കാൽപ്പ് ഒന്ന് വെറ്റാക്കുക, എന്നിട്ടൊരു 2 pumps ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് എന്താണ് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിടുക. അപ്ലൈ ചെയ്തിട്ടൊരു 15 minutes അല്ലെങ്കിൽ ഒരു 5 to 10 minutes വെച്ചിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്യാം കേട്ടോ. ഒരു 3 days അടുപ്പിച്ച് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡാൻഡ്രഫ് ഭയങ്കരമായിട്ട് കൂടും. അതേപോലെ ഹെയർ ഫോളും. എനിക്ക് ഡെയിലി ഞാൻ ഹെയർ വാഷ് ചെയ്താൽ എന്റെ ഹെയർ പെർഫെക്റ്റാ. എന്റെ ഹെയർ അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാട് പേര് പറയുന്നത് കണ്ടിട്ടുണ്ട്, ഡെയിലി നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഹെയർ ഫോളും ഹെയർ ഡാമേജും കൂടുകയാണ്. പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. എനിക്ക് സ്കാൽപ്പ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഒരു 5 minutes 5 to 10 minutes ഞാൻ വെയിറ്റ് ചെയ്തിട്ട് അത് ഷാംപൂ ഇട്ടിട്ട്, ഇത് ഓൾറെഡി ഷാംപൂ ആണ്, ഇതിന്റെ പുറമെ ഞാൻ വേറൊരു ഷാംപൂ, കാരണം ഇതിന്റെ സ്മെല്ല് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഷാംപൂവും കൂടെ ജസ്റ്റ് സ്കാൽപ്പിൽ ഇടാതെ താഴെ ഹെയർ സ്റ്റാൻഡിൽ മാത്രം ഇടുക കേട്ടോ. സോ ഗായ്സ്, ഐ എം ബാക്ക്. സ്കാൽപ്പ് ഒന്ന് വെറ്റാക്കിയിട്ടുണ്ട്. ഓയിൽ ഇട്ടതാണ്, ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് വെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പൊ കാണാൻ വേണ്ടി നല്ല കോഴിയെ പോലെ ഉണ്ടാവും. എനിവേ, നല്ല പിങ്ക് കളറിൽ ഇങ്ങനെ, ഇതിന് നല്ല സ്മെല്ലാണ്. പക്ഷെ എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. നല്ല സ്മെല്ല് തന്നെയാണ്. നമുക്ക് അപ്ലൈ ചെയ്തിടാം. ഞാനൊരു കാര്യം പറയാം, ഇത് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ആക്കി അപ്ലൈ ചെയ്യുന്നത്, ഫസ്റ്റ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ആദ്യം ഒന്ന് ഡൈല്യൂട്ട് ആക്കി അപ്ലൈ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. ഭയങ്കര രസം. എനിക്ക് ഇവിടെ കുറച്ച് ഹെയർ കുറവാണ് കേട്ടോ. അത് ഇവിടെ വന്നിട്ട് കുറവായതല്ല, എനിക്ക് ആദ്യമേ അങ്ങനെ തന്നെയാണ്. സോ 5 minutes. Guys, now we are moving to step 3, that is using a good shampoo, conditioner along with a hair mask. അതില് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്നും കുറച്ച് നല്ല റിസൾട്ട് ഉള്ള ഒരു ബ്രാൻഡ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. UAE അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. ഇവിടെ ഉള്ളവര് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഓക്കെ. Now I'm in the washroom. I'm going to show you my shampoo, conditioner and the hair mask I'm using currently. Okay. This is the shampoo.
നക്കോമി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ, നക്കോമി ആണ് കേട്ടോ ബ്രാൻഡ്, ഇത് ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇതില് കണ്ടന്റ് ആയിട്ട് വരുന്നത് കെരാറ്റിൻ, കൊളാജൻ, ഇലാസ്റ്റിൻ ആൻഡ് സിൽക്ക്. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വരുന്നത്, ഷാമ്പൂല് വരുന്നത്. ഇറ്റ്സ് നോർമൽ ഷാമ്പൂ. ഷാമ്പൂല് എനിക്ക് ഭയങ്കര മാജിക് ഒന്നും തോന്നിയിട്ടില്ല. നല്ലൊരു ഷാമ്പൂ ആണ്, എനിക്കിഷ്ടമാണ്. ഭയങ്കര അധികം ഒരു ഹെവി അല്ല, ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ ആണ് കേട്ടോ. പക്ഷെ ഇതിന്റെ കണ്ടീഷണറും ഹെയർ മാസ്കും, ദിസ് ഇസ് ദ കണ്ടീഷണർ, ഇതിലും സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കണ്ടീഷണറും ഇതിന്റെ മാസ്കും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ അങ്ങ് സ്മൂത്ത് ആവും. ഞാനിപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ ഹെയർ ഇടയ്ക്കൊക്കെ കേൾ ചെയ്തിടും. അപ്പൊ കേൾ ചെയ്തിടുമ്പോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നോർമൽ ഹെയറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പൊ ഞാൻ അപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഇത് തന്നെയാണ് കേട്ടോ. സോ ദാറ്റ്സ് ദാറ്റ്. ഞാൻ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഹെയർ മാസ്ക് ആണ്. സെയിം ബ്രാൻഡിന്റെ തന്നെ ഹെയർ മാസ്ക് ആണ്. ഇതും സെയിം കണ്ടന്റ് തന്നെ തന്നെയാണ്. ഇത് കഴിയാതായി കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്റെ കയ്യിൽ വേറെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോ നമുക്ക് കുളിക്കാം. ഓക്കെ. കുളിയൊക്കെ കഴിഞ്ഞു, ഹെയർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഹെയർ ഡ്രൈ ആയിട്ട് കാണിച്ചു തരാം. ആ ഹെയർ മാസ്ക് ഇട്ടിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് കഴുകിക്കളയാം. അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനി ഹെയർ ഡ്രൈ ആയിട്ട് ഞാൻ അതിന്റെ ലുക്ക് കാണിച്ചു തരാം. കുളി കഴിഞ്ഞിട്ട് അധികം ഹെയർ ഇങ്ങനെ റബ്ബ് ചെയ്ത്, ആദ്യമൊക്കെ ചെറുതായിരുന്നപ്പോ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ടായിരുന്നു തല തോർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെ ചെയ്യാറേ ഇല്ല. ജസ്റ്റ് ഒന്ന് മറ്റേ വലിയ നമ്മുടെ തോർത്ത് വെച്ചിട്ട് ഒന്ന് എന്താണ് ഇങ്ങനെ വെള്ളം മാത്രം ഒന്ന് ഒപ്പിയെടുക്കാന്ന് അറിയില്ല, അങ്ങനെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും തലയിൽ വെച്ചിട്ട് കുറച്ചു നേരം നിൽക്കും കേട്ടോ. പിന്നെ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം പറഞ്ഞ പോലെ ഒന്ന് വെള്ളം ഇങ്ങനെ ഒപ്പിയെടുത്ത ശേഷം എന്റെ തലയിൽ നിന്ന് ഞാൻ നടക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പോവാറാണ് പതിവ്. പക്ഷെ ഇന്ന് ഞാൻ ഇത് വെച്ചിട്ട് കുറച്ചു നേരം വെച്ചിട്ട് എടുക്കുമ്പോഴത്തേനും പിന്നെ ഒന്ന് ഫാൻ്റെ അടിയിൽ ഇരുന്നാല് ഹെയർ സെറ്റ് ആയിക്കോളും. ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ എന്താണ് ഹെയറിന്റെ ഓയിലിങ്ങും ഷാംപൂയിങ്ങും നമ്മുടെ ആന്റി ഡാൻഡ്രഫ് ഷാംപൂയും കണ്ടീഷണറും മാസ്കും ഒക്കെ തന്നെ ശരിക്കുന്നുണ്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞു. സോ ഫൈനലി ഇങ്ങനെയാണ്. ഞങ്ങൾ ആദ്യം കണ്ട പോലെ തന്നെ ആയിരിക്കും. വലിയ ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, പക്ഷെ എനിക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സെറ്റ് ഓഫ് ഷാംപൂ, കണ്ടീഷണർ, മാസ്ക് യൂസ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ഹെയറിനെ കുറച്ച് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് സിൽക്കി ആക്കി വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, എന്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ, ഒരു ഹെയർ കെയർ സ്റ്റെപ്സ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെ ടെക്സ്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനത്തെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് വരുന്ന ഷാംപൂസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ കണ്ടീഷണർ ഓർ മാസ്ക് എത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർക്ക് കീറ്റോകോണസോൾ ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഓയിൽ ചെയ്യുക. വൺസ് വീക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓയിൽ ചെയ്യുക. ഞാൻ പൊതുവെ ഓയിലിങ് അധികം ഇഷ്ടപ്പെടാറില്ല, എന്നാലും ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ആൻഡ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ചെയ്ത് ബൈ ബൈ.